രേഖപ്പെടുത്തുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് എന്ത് പ്രമാണമാണ് മുസ്ലിമീങ്ങൾക്ക് ഉള്ളതെന്ന് അങ്ങനെ ചോദിക്കാനുള്ള കാരണം, വഹാബികൾ അവരെല്ലാ വേദികളും പറയുന്നതാണ് ഖുർആനിലില്ല, ഹദീസിലില്ല. അപ്പോൾ ഒരു മുസ്ലിം നിലയ്ക്ക് എന്ത് പ്രമാണമാണ് മുന്നോട്ട് വെക്കാനുള്ളത്? ഈ വഹാബികളെ സംബന്ധിച്ചിടത്തോളം എന്തിനും പൊതുജനങ്ങൾ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ, ഖുർആനിലും ഹദീസിലും വ്യക്തമായി കാണിച്ചു കൊടുത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചെയ്തിട്ടുണ്ടോ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ ചെയ്തിട്ടുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കുക. അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിം അങ്ങനെയാണല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബ്ലീസ് അള്ളാഹുവിനോട് പലതും ചോദിച്ചു. എന്നെ തീ കൊണ്ട് സൃഷ്ടിച്ചിട്ട്, ആദമിനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചിട്ട്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുകയോ? അഥവാ ഉദ്ദേശ ലക്ഷ്യം അത് ശരിയല്ല. അത് എന്തൊക്കെയോ മറച്ചു വെക്കാനും പൊതുജനങ്ങൾ പൊട്ടീസാക്കുവാനുമുള്ള ചോദ്യമാണ്. ഞങ്ങൾ പറയുന്നു, മൗലിദാഘോഷത്തിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് അടിസ്ഥാനം ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ നിന്ന് അടിസ്ഥാനമുണ്ട്. ഇമാമിങ്ങൾ വിശദീകരിച്ചതാ. നമ്മുടെ എത്രയോ സംസാരങ്ങളിലും അതുപോലെ തന്നെ അടുത്തു വെച്ച് ഒരു 3 കൊല്ലം മുമ്പ് നടന്ന കൊല്ലം സംവാദം, ആ കൊല്ലം സംവാദത്തിൽ സൽമാൻ മൗലവിയുടെ മുമ്പിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ച് അതിന്റെ തഫ്സീർ ഉദ്ധരിച്ച് സംസാരിച്ചപ്പോൾ, നബിദിനാഘോഷത്തിന്റെ പേരിൽ സംസാരിച്ചപ്പോൾ ആ വീഡിയോ അത് ഇന്നും യൂട്യൂബിൽ കാണാം. അത് കാണാത്തവരല്ലല്ലോ വഹാബികൾ. അത് കണ്ടിട്ടും പിന്നെയും ചോദിക്കും ഖുർആനിലില്ല. ആ സംവാദത്തിൽ ഖുർആനും ഉദ്ധരിച്ചു, ഹദീസും ഉദ്ധരിച്ചു. ഇവിടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിന് വ്യാഖ്യാനം കൊടുക്കേണ്ടത് മഹത്തുക്കളായ പണ്ഡിതന്മാരാണ്. മൻ ഫസ്സറൽ ഖുർആന ബിറഈഹി ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. സ്വയം ഒരിക്കലും വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം കൊടുക്കാൻ പാടില്ല. വ്യാഖ്യാനം കൊടുക്കുവാൻ കഴിവുള്ള സാത്വികരും താത്വികന്മാരുമായ പണ്ഡിതന്മാർ വ്യാഖ്യാനം കൊടുത്തിരിക്കും. നമ്മൾ സാധാരണ ഉദ്ധരിക്കാറുള്ള ഒരായത്താണല്ലോ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്ന് തുടങ്ങുന്ന സൂറത്ത് യൂനുസിലെ 57, 58 ആയത്ത്. ഈ വഹാബികൾക്ക് ഖുർആനിനോട് പുച്ഛമാ. നമ്മുടെ ഏതെങ്കിലും സംവാദ വേദികളിലോ മുഖാമുഖ വേദികളിലോ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു യാത്രാമധ്യേ ഒരു വഹാബി ചോദിക്കുകയാണ്, നബിദിനാഘോഷത്തിന് തെളിവുണ്ടോ? ആ സമയത്ത് സൂറത്ത് യൂനുസിലെ 57, 58 ആയത്ത് ഉദ്ധരിക്കുന്ന സമയത്ത് അവർ പുച്ഛിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. ആരെയാണ് ഈ പുച്ഛിക്കുന്നത്? വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിക്കുമ്പോൾ ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് AP ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു AP ഉസ്താദ് കൊടുക്കുന്ന തഫ്സീർ അല്ല ഞങ്ങൾ പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ അഇമ്മത്തിന്റെ ഇമാമിയങ്ങളുടെ തഫ്സീർ ഉദ്ധരിക്കുമ്പോൾ ഈ വഹാബി മുഖം ചുളിക്കുകയാ. അള്ളാഹുവിന്റെ കലാമിനോടുള്ള മുഖം ചുളിക്കൽ, ഇത് ഈമാനുണ്ടോ ഇവർക്ക്? റബ്ബിന്റെ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ചിട്ട് ഇന്ന ഇമാമ് ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു അവരുടെ മുഖവും എന്ത് കോലത്തിലാ പുച്ഛിച്ച് ചിരിക്കുക. റബ്ബിന്റെ കലാമിനോടുള്ള പുച്ഛം. ഏതായിരുന്നു ഞങ്ങൾക്ക് ഇമാമിയങ്ങളാ വലുത്. ആ ഇമാമിയങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവാണ് വിശുദ്ധ ഖുർആൻ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടുള്ള തഫ്സീർ ഹിജ്റ 900 വഫാത്തായി. ഹിജ്റ 900 എന്ന് പറഞ്ഞ് ഏകദേശം 600 കൊല്ലം മുമ്പ്, 600 കൊല്ലം മുമ്പ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാർഷികം 100 ആകുന്നതേ ഉള്ളൂ. പക്ഷെ അതിൻ്റെയും 500 അപ്പൊ 600 കൊല്ലം മുമ്പ് വഫാത്തായി പോയ ഇമാം നാജി റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. ഈ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്നതിൽ ആ റഹ്മത്ത് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് എത്ര മുഫസ്സിരീങ്ങളാ പറഞ്ഞിട്ടുള്ളൂ. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. നമ്മൾ ഈ ഒരു ലൈവ് ചുരുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹിജ്റ 900 വഫാത്തായി പോയ ഇമാം നാജി റളിയല്ലാഹു അൻഹു, ആ ഇമാം നാജി നമ്മുടെ തഫ്സീറിൽ നമ്മുടെ ഈ സംവാദത്തിൽ വ്യക്തമായി ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇമാം നാജി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം.
എന്താ പറയുന്നത്? ഫഖ്ദിറു ഖദ്റ നബിയിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഇമാമ് ഇനി മുബ്തദിആവും. ഏത് ഇമാമാണോ ഈ വിഷയം പറയുന്നത് ആ ഇമാമക്കൻ മുബ്തദിആയി പോയി. ഫഖ്ദിറു ഖദ്റ നബിയിക്കുൽ മുസ്തഫൽ മുഖ്താരി അല്ലദീ ലൗലാഹു മാ ഖലഖല്ലാഹു അബാക്കും ആദമ വലൽ ജന്നത വലൻ നാറ വതബറകൂ ബിവിലാദതിഹി വഫ്റഹൂ ബിഹാ വതബറകൂ ബിവിലാദതിഹി വഫ്റഹൂ ബിഹാ. നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ ബറക്കത്തെടുക്കുകയും വഫ്റഹൂ 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 നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യണം ബിഹാ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് ജന്മദിനം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യണം എന്ന് ഹിജറ 900 വഫാത്തായി പോയ ഇമാം നാജി റളിയല്ലാഹു അൻഹു തന്റെ കൻസുർ റാഗിബീൻ എന്ന് പറഞ്ഞ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ കൻസുർ റാഗിബീൻ എന്ന് പറയുന്ന കിതാബിൽ ഇമാം നാജി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയിട്ട് ഇന്ന് വരെ വന്ന ഏതെങ്കിലും ഒരു ഇമാമ് കൻസുർ റാഗിബീനിൽ ഇമാം നാജി കൊടുത്തത് തെറ്റാണ്, അയാള് പിഴച്ചയാളാണ്, അയാൾ മുബ്തദിആണ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കണം എന്ന് പർവ്വത സമാനരായ ഇമാമിങ്ങളാ. ഇനി ഇത് ഉദ്ധരിക്കുമ്പോഴും ഇനിയും ചിന്തിക്കുകയാണ്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്ന ആയത്ത് ഓതുമ്പോൾ അവർ കളിയാക്കി ചിരിക്കുകയാ. വല്ലാത്ത സഹതാപമാണ് ഈ വഹാബികളോട് ഇടക്ക് തോന്നാറുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, ആ ആയത്ത് ഓതിയിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്നല്ല, ഹിജറ 900 600 കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ ഇമാം നാജി തങ്ങൾ പറയുന്നു വതബറകൂ ബിവിലാദതിഹി വഫ്റഹൂ ബിഹാ. അത് അംറ. വതബറകൂ ബിവിലാദതിഹി വഫ്റഹൂ ബിഹാ, നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ സന്തോഷിക്കണം. കാരണം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ എന്ത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇഷ്ടം പോലെ തഫ്സീറുകൾ ഉദ്ധരിക്കാനുണ്ട്. ഒരൊറ്റ തഫ്സീർ മാത്രമേ സമയം ദൈർഘ്യമായി പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. ഇമാം നാജി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ട് നിങ്ങൾ ബറക്കത്തെടുക്കുകയും റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ നിങ്ങൾ സന്തോഷിക്കുകയും വേണം. ഈ ഇമാമിനെ തള്ളിയിട്ട് ഈ കാലഘട്ടത്തുള്ള ഒരൊറ്റ ഹദീസ് പോലും വായിക്കാൻ അറിയാത്ത മൗലവിമാരെ സ്വീകരിക്കുക എന്നുള്ളത് ഈമാനിൽ നിന്ന് ഒരു കടുകുമണിയെങ്കിലും ഹൃദയത്തിലുള്ളവന് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഖുർആൻ വ്യക്തമായി തന്നെ ഇതിന് അടിസ്ഥാനം ഉണ്ട്. അപ്പോൾ ഹദീസിലും ഉണ്ടോ ഉസ്താദ്? ഖുർആൻ ഹദീസുമാണല്ലോ ചോദിച്ചത്. ഹദീസിലും ഉണ്ട്. ഈ ഖുർആനിക ആയത്ത് ഇതിന് തെളിവാണെന്ന് ഇമാം നാജി തങ്ങളാ പറഞ്ഞത് റളിയല്ലാഹു അൻഹു. ഇനി നമ്മൾ ഹദീസിലേക്ക് ചെല്ലുകയാണെങ്കിലോ, ഹദീസ് എമ്പാട് ഒരു 3 ഹദീസ് മാത്രം. ഈ 3 ഹദീസ് ഇതിന് തെളിവാണെന്ന് ഹുസൈൻ സഖാഫിയോ റാഷിദ് അദനി ഉസ്താദോ അല്ല പറയുന്നത്, ഷെയ്ഖുന കാന്തപുരം ഉസ്താദും അല്ല പറയുന്നത്, മുത്തുക്കോയ തങ്ങളും അല്ല പറയുന്നത്. പറയുന്നത് ആരാ? വലിയ വലിയ ഇമാമിയങ്ങൾ. ഈ ഇമാമിയങ്ങൾ ആരാ? നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമിയങ്ങളാ? സ്വഹീഹുൽ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് ബുഖാരിയിലെ ഏറ്റവും ഒരു പ്രാമാണിക വിശദീകരണമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നത് ഏതാ? ഫത്തുഹുൽ ബാരി. ആ ഫത്തുഹുൽ ബാരിയുടെ മുസന്നിഫ് ആരാ? അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ആ ഇമാം അസ്ഖലാനി തങ്ങൾ പറയാണ് സ്വഹീഹായ ഹദീസ് ഇതിന് തെളിവാണ്. നിങ്ങൾ അംഗീകരിക്കൂല. ഇമാം നാജി തങ്ങൾ പറയുന്നു ഈ ആയത്ത് തെളിവാണ്, നിങ്ങൾ അംഗീകരിക്കൂല. ഈ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിനിൽ അസ്ഖലാനി തങ്ങൾ പറയുന്നു സ്വഹീഹായ ഹദീസ് തെളിവുണ്ട്. അതുപോലെ തന്നെ ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു സ്വഹീഹായ ഹദീസ് തെളിവുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു പറയുന്നു സ്വഹീഹായ ഹദീസ് തെളിവുണ്ട്. ആദ്യം നമുക്ക് ഇബ്നുൽ ഹാജി തങ്ങളുടെ കിതാബിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഇബ്നുൽ ഹാജി റഹിമഹുല്ലാ പറയുന്നത്? ഇതിന്റെ 2ാമത്തെ വോള്യം 5ാമത്തെ പേജ്. ഇമാമിയങ്ങൾ മുഴുവനും, ഈ പറയപ്പെട്ട ഇമാമിയങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന സുന്നികൾക്ക് തെളിവുമായി കൊണ്ട് തെളിവ് എഴുതി വെച്ചിട്ട് വഫാത്തായി പോയ പണ്ഡിതന്മാരാ. ഒരൊറ്റ വഹാബിക്കും നബിദിനാഘോഷത്തിന്റെ പേരിൽ ലോകത്ത് ഒരൊറ്റ ഇമാമിന്റെയും പിൻബലം കാണിക്കുവാൻ കഴിയില്ല മക്കളെ, ഒരാൾക്കും കഴിയില്ല. ഇതിന്റെ 5ാമത്തെ പേജിൽ കാണാം. ലാക്കിൻ അഷാറ അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായിട്ട് ഇതിന്റെ അർത്ഥം ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ
എൻ്റെ ഈ അഭിമുഖം കാണുന്ന ഏതെങ്കിലും മൗലവിമാരൊന്ന് തിരുത്തി തരണം കേട്ടോ. ഈ അറബിക്ക് വേറെ വല്ല അർത്ഥം ഉണ്ടെങ്കിൽ, ഞങ്ങൾ പഠിച്ച അറബി ഇങ്ങനെയും നിങ്ങൾ പഠിച്ച അറബി വേറെ ആണെങ്കിൽ, ലാക്കിൻ അഷാറ അലൈഹി സ്വലാത്തു വസ്സലാം ഇലാ ഫളീലത്തി ഹാദ ശഹീരിൽ അളീം ബിഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം ലിസ്സാഇലി അല്ലദീ സഅലഹു അൻ സൗമി യൗമിൽ ഇസ്നൈനി ഫഖാല ലഹു അലൈഹി സ്വലാത്തു വസ്സലാം ദാലിക യൗമു ഉലിത്തു ഫീഹി. തിങ്കളാഴ്ച ദിവസത്തെ പ്രത്യേകത ഒരു സ്വഹാബി മുത്തുനബിയോട് വന്നിട്ട് ചോദിച്ചപ്പോൾ മുത്തുനബി ആ സ്വഹാബിയോട് കൊടുത്ത മറുപടി, മോനെ, ആ ദിവസത്തിലാണല്ലോ ഞാൻ ജനിച്ചിട്ടുള്ളത്, എൻ്റെ ജന്മം ആ ദിവസത്തിലാണ് നടന്നിട്ടുള്ളത്. ഇത് ഇബ്നുൽ ഹാജ് തങ്ങൾ പറയേണ്ടതില്ല. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ബുദ്ധിയുള്ളവൻ എന്താ മനസ്സിലാകുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ഒരു സ്വഹാബി ചോദിക്കുന്നു, നബിയെ, തിങ്കളാഴ്ച നോമ്പിന്റെ പ്രത്യേകത എന്താ? ഉടനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്ന മറുപടി, ഞാൻ ജനിച്ച ദിവസമാണത്, അത് ഞാൻ ജനിച്ച ദിവസമാണ്. അപ്പൊ കേൾക്കുന്നവർക്ക് മനസ്സിലാകൂലെ മുത്തുനബി ജനിച്ച ദിവസത്തിന് ബറക്കത്തുണ്ട്. അത് മുത്തുനബിയുടെ പരിശുദ്ധ നാവിൽ നിന്ന് വന്ന ഹദീസല്ലേ? ഞാൻ ജനിച്ച ദിവസമാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടും വഹാബികൾ ചോദിക്കുകയാണ് ജന്മദിനത്തിന് പവറുണ്ടോന്ന്. എന്താ ഇവരൊക്കെ പറയുക? റസൂലുള്ള പറയാണ് ഞാൻ ജനിച്ച ദിവസമാണ്, നീ നോമ്പെടുക്കുമോനെ. വഹാബികൾ പറയാണ് ജന്മദിനത്തിന് പവറില്ല. മുത്തുനബി പറയുന്നു ജന്മദിനത്തിന് പവറുണ്ട്, നീ നോമ്പെടുക്ക്. ഇനി അതിന്റെ പുറമെ ഇബ്നുൽ ഹാജ് തങ്ങൾ പറയട്ടെ, റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് പവർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ജന്മദിനമുള്ള ഈ മാസത്തിനും പവറുണ്ട്. ഇബ്നുൽ ഹാജ് തങ്ങളുടെ 5-ാമത്തെ പേജ്. അതുകൊണ്ട് ഫയംബഗി സ്ക്രീനിൽ കാണാം. ഫയംബഗി അത്യാവശ്യമാണ് അന്നഹ്തരിമഹു ഹഖ്ഖൽ ഇഹ്തിറാം. ഇബാറത്ത് നോക്ക്, ഇബ്നുൽ ഹാജ് തങ്ങളുടെ പ്രയോഗം നോക്ക്. ഫയംബഗി അപ്പോൾ അത്യാവശ്യമാണ് അന്നഹ്തരിമഹു ഈ മാസത്തെ നാം ആദരിക്കണം. നാം എന്ന് പറഞ്ഞ മുഅ്മിനീങ്ങളോടാ. എന്റെ വഹാബീസത്തിൽ പെട്ടുപോയ കുഞ്ഞാടുകൾ ഉണ്ടെങ്കിൽ ഈ ഇമാമീങ്ങളൊക്കെ നാളെ പരലോകത്ത് നിങ്ങൾക്കെതിരായിട്ട് വരും. ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് നബിദിനാഘോഷത്തെ സ്ഥിരപ്പെടുത്തുന്നത്. ഖുർആൻ ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു. ഇപ്പോൾ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് ഉദ്ധരിക്കുകയും ഒരു പ്രാമാണികനായ ഇമാമിന്റെ വിശദീകരണവും. ഇതാണ് സുന്നത്ത് ജമാഅത്ത്. ഫയംബഗി അപ്പോൾ അത്യാവശ്യമാണ് അന്നഹ്തരിമഹു ആ മാസത്തെ നാം ആദരിക്കൽ അത്യാവശ്യമാണ്. ഹഖ്ഖൽ ഇഹ്തിറാബി ആദരിക്കേണ്ട രൂപത്തിൽ ആദരിക്കണം. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഹാജ് തങ്ങൾ മുബ്തദിയാക്കിക്കോ, നാജിമാമിനെ മുബ്തദിയാക്കി, അതുപോലെ തന്നെ ഇബ്നു കസീർ മുബ്തദിയാക്കി, ഇബ്നുൽ ഹാജ് തങ്ങൾ മുബ്തദി. വനുഫള്ളിലഹു ആ മാസത്തെ നാം ശ്രേഷ്ഠത കൊടുക്കണം. ബിമാ ഫള്ളലല്ലാഹു ബിഹി അൽ-അശ്ഹുറൽ ഫാദിലത ശ്രേഷ്ഠതയുള്ള മാസങ്ങൾക്ക് അള്ളാഹു ഏതെല്ലാം പോരിശ കൊടുത്തിട്ടുണ്ടോ ആ പോരിശകൾ മുഴുവനും നാം ഈ റബീഉൽ അവ്വൽ മാസത്തിൽ കൊടുക്കൽ അത്യാവശ്യമാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഹദീസ് തെളിവായോ? അതാരാ പറയും? ഇബ്നുൽ ഹാജ് തങ്ങൾ. അപ്പൊ ഹദീസ്, ഒരു ഹദീസ് അതേതാ? സ്വഹീഹ് മുസ്ലിമിലെ ഞാൻ അഥവാ തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിക്കുന്ന ഹദീസ്. ഇനി അടുത്ത ഒരു ഹദീസ് ഏതാ? ഇതേതാ? അൽ-ഹാവീലിൽ ഫത്താവ. അൽ-ഹാവീലിൽ ഫത്താവയിലൂടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, വഖദ് ലഹറ ലീ തീർച്ചയായും എനിക്ക് വ്യക്തമായിരിക്കുന്നു. ഇതിന്റെ 229-ാമത്തെ പേജ്, 1-ാമത്തെ വോളിയം 229. വഖദ് ലഹറ ലീ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇമാം അസ്ഖലാനി അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഇമാം അസ്ഖലാനി തങ്ങൾ നാളെ പരലോകത്ത് വരുമ്പോൾ ആ അസ്ഖലാനി ഇമാമിന്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇബ്നുൽ ഹാജ് തങ്ങൾ നാളെ പരലോകത്ത് വരുമ്പോൾ നബിദിനാഘോഷത്തിന്റെ പേരിൽ ഞങ്ങളെ മുബ്തദിഉകളാക്കി, ഞങ്ങളെ പിഴച്ചവരാക്കി, ഞങ്ങളെ നരകത്തിന്റെ അവകാശികളാക്കി നിങ്ങൾ മാറ്റുമ്പോൾ നാളെ പരലോകത്ത് ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നവരാ ഞങ്ങൾ. ബഹുമാനപ്പെട്ട അസ്ഖലാനി തങ്ങൾ പറയുന്നത് വഖദ് ലഹറ ലീ തഖ്രീജുഹാ അലാ അസ്ലിൻ സാബിത്തിൻ സ്ഥിരപ്പെട്ട ഒരു തെളിവ്.
അതെനിക്ക് വ്യക്തമായിട്ടുണ്ട്. വഹുവ മാ സബത ഫി സ്വഹീഹൈനി, സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും സ്ഥിരപ്പെട്ട ഒരു ഹദീസ് നബിദിനാഘോഷത്തിന് തെളിവാണ് എന്ന് ഇമാം അസ്കലാനി റളിയല്ലാഹു അൻഹു, ഇമാം അസ്കലാനിയെ ചോദ്യം ചെയ്തുകൊണ്ട്, വഹാബി കുഞ്ഞാടെ, ഈ ദുനിയാവിൽ ജീവിക്കല്ലേ മനുഷ്യ, മരിച്ചു പോകണം. ഇമാം അസ്കലാനി മറുഭാഗത്താ. നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ ഇമാം അസ്കലാനി തങ്ങൾ മറുഭാഗത്താണ് കേട്ടോ. വെറുതെ ഏതെങ്കിലും വിസ്ഡം ഗ്രൂപ്പിന്റെയോ KNM ഗ്രൂപ്പിന്റെയോ വാദങ്ങൾ കേട്ടുകൊണ്ട് ഈമാൻ തെറ്റി മരിച്ചു പോകാൻ വേണ്ടി നിൽക്കണ്ട. ഇനി ഇതിന്റെ 230 പേജിൽ ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു, വഖദ് ലഹറ ലി തഖ്രീജുഹു അലാ അസ്ലിൻ ആഖറ വഹുവ മാ അഖ്റജഹുൽ ബൈഹഖി അൻ അനസ് റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് തങ്ങളെ തൊട്ട് ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഒരു ഹദീസ്, അത് എനിക്കും തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന് മുജ്തഹിദായ ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു 3 ഹദീസാ പറയുന്നത്. ഇബ്നുൽ ഹാജ് തങ്ങൾ പറയുന്നു സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് തെളിവാണ്. ഇമാം അസ്കലാനി തങ്ങൾ പറയുന്നു സ്വഹീഹുൽ ബുഖാരിയിലെ മുസ്ലിം മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് തെളിവുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു ബൈഹഖി ഇമാം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ് തെളിവുണ്ട്. അപ്പോൾ 3 ഹദീസുകളാണ് തെളിവായിട്ട് ഇവിടെ പറഞ്ഞത്. ഈ തെളിവ് ഉദ്ധരിച്ച ഇമാമിങ്ങൾ, ഞാൻ പറയട്ടെ, ഈ ഇമാമിങ്ങൾ ഇപ്പൊ തെളിവുണ്ട് എന്ന് പറഞ്ഞു. ഈ തെളിവ് ഉദ്ധരിച്ചത് മുഴുവൻ മുത്തുനബിയുടെ ഹദീസാണ്. അപ്പൊ മുത്തുനബി ഈ ഒരു നബിദിനാഘോഷത്തിന്റെ അടിത്തറ പാകിയ നേതാവ് എന്നല്ലേ വരുന്നത്, അല്ലേ? അപ്പൊ വഹാബികളെ, നാളെ പരലോകത്തെത്തുമ്പോ നിങ്ങൾ നിങ്ങളെ കുഞ്ഞാടുകളെ പൊരുത്തപ്പെടിക്കുവാനും തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി കവല പ്രസംഗങ്ങളും എന്തും നടത്തിക്കോ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങള് ഞങ്ങളോടൊപ്പം ഈ വരുന്ന റബീഉൽ അവ്വൽ 12 പതാകയും പിടിച്ചുകൊണ്ട് നബിദിന ഘോഷയാത്രയിൽ പങ്കെടുക്കണം എന്ന് പറയുന്നില്ല. നിങ്ങൾ ഇമാമിയങ്ങളെയൊക്കെ ഓവർടേക്ക് ചെയ്തു. നിങ്ങൾ അംഗീകരിക്കുന്ന ഏത് ഇമാമുള്ളത്? ഈ ഇമാമിയങ്ങളിലൂടെ അല്ലാതെ എവിടുന്ന ഇസ്ലാം നിങ്ങൾക്ക് കിട്ടിയത്? KNMന്റെ ഓഫീസിലേക്ക് ജിബിരിൽ ഇപ്പോൾ വഹിയുമായിട്ട് വരുന്നുണ്ടോ? വിസ്ഡം ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് ജിബിരിൽ ഇപ്പോൾ വരുന്നുണ്ടോ? അവിടെ വരുന്നുണ്ടാകും. ജിബിരിലല്ല, വേറെ ഒരു ചങ്ങാതി. ഈ മാസം തീരെ കണ്ണിൽ പിടിക്കാത്ത ഒരു ചങ്ങാതി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ഇബ്ലീസ് വരുന്നുണ്ടാവും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ഇമാമിയങ്ങളെ നിങ്ങൾ കാലുകൊണ്ട് തെറ്റിത്തർപ്പിച്ചിട്ട് അവരുടെ പിന്നാലെ പോകാതെ, അവരുടെ പിന്നാലെ പോകുന്ന സുന്നികളെ മുബ്തദിഉകളാക്കി നിങ്ങൾ വഴിപഴച്ച് ഇബ്ലീസിന്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഇമാമിയങ്ങളുടെ പിന്നാലെ. ഇമാമിയങ്ങളാണെങ്കിലോ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും പിന്നാലെ. അൽഹംദുലില്ലാഹ്.